തിരുമേനി വല്ലാത്ത രക്ഷയിപ്പി മെമ്പറെ. വിഷമിക്കണ്ട, രക്തം കൊണ്ട് തേവരുടെ മുന്നിൽ ഗുരുതി ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ഒന്നിനെയും പേടിക്കേണ്ടി വരില്ല. ആ, ഞാൻ അങ്ങോട്ട് പോട്ടെ. എനിക്ക് അത്യാവശ്യമായിട്ട് പഞ്ചായത്ത് ഓഫീസ് വരെ ഒന്ന് പോകണം. കാണാം. അതെന്താ ഈ അമ്പലത്തിൽ നിന്നൊരു പ്രത്യേകതരം വെളിച്ചം പുറത്തേക്ക് വന്നു? അതോ, തേവരുടെ നെറ്റിയിൽ ഒരു അപൂർവ രത്നമുണ്ട്. അതിൽ ഈ പ്രഭാത സൂര്യരശ്മികളൊന്ന് പതിക്കുമ്പോൾ അതിങ്ങനെ വെട്ടിത്തിളങ്ങും. ഇത്രയും വിലപിടിപ്പുള്ള വിഗ്രഹവും രത്നമൊക്കെ ഇങ്ങനെ ആരും നോക്കാനില്ലാണ്ട് കാടിൻ്റെ ഉള്ളിൽ വെച്ചേക്കണ റിസ്ക് ആണ് അല്ലേട്ടായി? പിന്നെ സർപ്പങ്ങളുടെ കാവലുണ്ട്. തേവർ ഇവിടുന്ന് കൊണ്ടുപോകാൻ പണ്ടൊരു സർക്കസുകാരൻ നോക്കിയതാ. അയാൾ അതിനെ അനുഭവിക്കുകയും ചെയ്തു. ഞാനിവിടെ അന്ന് ഫോറസ്റ്റ് റേഞ്ചറായിട്ട് വന്ന കാലത്താണ് ഇവിടെ സർക്കസ് കളിക്കാൻ വന്നൊരു ബിരുദൻ തേവരുടെ വിഗ്രഹം മോഷ്ടിക്കാൻ ശ്രമിച്ചു. ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബഷീറും അന്ന് കാട്ടിൽ സെർച്ചിന് പോയതായിരുന്നു. കാവിന്റെ മുന്നിലെത്തിയപ്പോൾ ഒരു അനക്കം കേട്ട് നിൽക്കുക. കാവിന്റെ മുകളിൽ തേവരെയും പിടിച്ച് നിൽക്കുക അവൻ. ഞങ്ങൾ ഓടി ചെന്നപ്പോഴേക്കും തേവരെ കൊണ്ട് അവൻ ഓടി. പുറകെ ഞങ്ങൾ. ഭാഗ്യത്തിന് കൃത്യസമയത്ത് മെമ്പറും മാത്യൂസും അവരെ. ഞാൻ സർവീസ് റിവോൾവർ എടുത്ത് അവന്റെ കാല് നോക്കി വെടിവെച്ചു. അതോടെ തേവരെ അവിടെ ഇട്ടിട്ട് അവൻ കാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടു. നാട്ടുകാരറിഞ്ഞ് ചെന്നപ്പോഴേക്കും അയാള് കൊച്ചിനെ കൊണ്ട് പുഴ നീന്തി കടന്നു. പക്ഷേ ആരോ സർക്കസുകാരൻ്റെ ടെന്റിന് തീയിട്ടപ്പോൾ അതിലയാളുടെ ഗർഭിണിയായ ഭാര്യ പെട്ടുപോയി. ഒരു കണക്കിന് അവന് തേവര് കൊടുത്ത ശിക്ഷയാ. പിന്നെ ഇതുവരെ ആരും തേവരെ തൊട്ട് കളിക്കാൻ മുതിർന്നിട്ടില്ല. തൊട്ടവൻ വെണ്ണീറാവും. അത്രയ്ക്ക് ശക്തിയാ. അപ്പൊ ശരി ബീലി, നിങ്ങൾ പോയി എന്തെങ്കിലുമൊക്കെ കഴിക്കേ. ദേ, ഞാൻ ഇതുവഴി അങ്ങ് പോവുക. ഇവിടെ നിന്ന് താഴോട്ടിറങ്ങി വലത്തോട്ട് തിരിഞ്ഞാലേ. അതെ, അതെങ്ങനെ മനസ്സിലായി? അതങ്ങനെ വരൂ. എന്നാ പിന്നെ ഇടയ്ക്കൊക്കെ അങ്ങോട്ടൊന്ന് ഇറങ്ങ്. ആയിക്കോട്ടെ, ശരി. സ്ട്രേഞ്ച് മാൻ ഒന്ന് ചോദിച്ചാ 10 പറഞ്ഞു. അയാൾ പറഞ്ഞേട്ടല്ല എന്ത് വെണ്ണീറാവൂന്ന്. വിശന്നിട്ട് വയ്യ, വയറ് കത്തിക്കാണ്. ഒന്നടങ്ങടാ. ആടാ, ഒരു മിനിറ്റ്. എന്തായാലും ഇത്രയും ഡീറ്റെയിൽസ് കിട്ടിയ സ്ഥിതിക്ക് നീ യൂട്യൂബ് പെട്ടെന്ന് വിളിക്കും. എന്ത് കിട്ടുമെന്നറിയാലോ? എന്നാ നിങ്ങൾ ചായക്കടയിലേക്ക് കിട്ടും. ഞാൻ യൂട്യൂബ് പെണ്ണെ വിളിച്ചിട്ട് വരാം. ഫുൾ ഡീറ്റെയിൽസ് പറയണേ. അല്ലേ? പിന്നെ ഈ തൂക്കം നോക്കാതെ വില പറയാൻ പറ്റുമോ? യൂട്യൂബ് പെട്ടെന്ന് പറ്റുമോ? അങ്ങനെയാണ്. ഓക്കെ. സംഭവം ചേട്ടൻ പറഞ്ഞവർക്കാണ്, പക്ഷെ ഇച്ചിരി റിസ്ക്കാ, ടൈം എടുക്കും. അതൊക്കെ ഞങ്ങൾ ഏറ്റെന്ന്. എത്ര കിട്ടുമെന്ന് പറ. സത്യം ഉറപ്പല്ലേ? അവസാനം വാക്ക് മാറ്റരുത്. ഓക്കെ. അപ്പൊ ശരി, ഞാൻ വിളിക്കാം. ഈ ഫോൺ ബൂത്തൊക്കെ ഇപ്പൊ ഇവിടെ മാത്രമേ ഉള്ളൂ. മൊബൈലിന് റേഞ്ച് ഇല്ലാത്തോണ്ട് വലിയ പാടാ. ഇതാരും രേവതി കൊച്ചാ? ക്ലാസ്സിൽ പോയിരിക്കും. അല്ല, കഥകളിക്ക് പോവാ. വീട്ടിക്ക് ചേട്ടാ, തേൻ മിഠായി. ദിവസവും ഇതിങ്ങനെ കഴിച്ചാലേ ചെറുപ്രായത്തിൽ വല്ല ഷുഗറും വരും കൊച്ചേ. ചേട്ടന് ഷുഗർ വന്നത് മിഠായി വെച്ചിട്ടാണോ? നിന്നോടൊന്നും തർക്കിക്കാൻ ഞാനില്ല. ചേട്ടൻ മിഠായി എടുത്തേ. ഒരെണ്ണം ഞാൻ എടുക്കണ്ടേ? കൊള്ളാം, എനിക്ക് അങ്ങോട്ട് ഇഷ്ടായിരിക്കണു. അയ്യോ ചേട്ടാ, ജീപ്പ് വന്നു. വേഗം തായോ. ആ ചെക്കൻ എന്താ നിന്നെ കണ്ടപ്പോ ഇളക്കം? അത് കിട്ടേണ്ടത് കിട്ടുമ്പോ തീർന്നോളൂ. പോടാ. ചീറ്റിപ്പോയില്ലേ? ഇതൊരു ഓപ്പണിംഗ് അല്ലേ ഉള്ളൂ. നിങ്ങൾ നോക്കിക്കോ, ഞാൻ അവളെയും കൊണ്ടേ പോകും. അവള് നിന്നെയും കൊണ്ട് പോകാൻ നോക്കിയോ? എന്തായി, ഇട്ടുപെട്ടെന്ന് കിട്ടിയ? സാധനം കിട്ടി എന്ന് അപ്പൊ തന്നെ ക്യാഷ് റെഡിയാണെന്ന് പറഞ്ഞത്. എത്ര കിട്ടുന്നെങ്ങാനും പറഞ്ഞോ? 5 ലക്ഷം. No, crores. 5 crores. എനിക്കാരും വിളിക്കുന്നു. എന്താടോ? ഇന്നലെ രാത്രി ഒരു വെടിവെച്ച കേട്ടല്ലോ.
വേഗം കവലയിലേക്ക് ചെല്ലാൻ പറഞ്ഞു. മെമ്പർ എല്ലാവരും അവിടെ കാത്തു നിൽക്കുക. വാടാ ഇവനായി നിങ്ങളൊന്ന് കട്ട കൂടെ നിന്നാ മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റി. കഥാ തിരക്കഥാ സംഭാഷണം അച്ചു. സമയം രാത്രി 12 മണി കഴിഞ്ഞാണ്. ഞങ്ങളിങ്ങനെ ഉറക്കത്തിലേക്ക് വഴുതി വീഴാൻ പോവുക. പെട്ടെന്ന് താഴെ കോയക്കൻ്റെ നിർത്താണ്ട് കരയാണ്. മേ, മേ, മേ എന്ന്. രണ്ടും കൽപ്പിച്ച് ആ ടോർച്ചടിച്ച് നോക്കിയപ്പോഴേ കത്തി ജോലിച്ചിങ്ങനെ നിൽക്കുക. എന്ത് ടോർച്ച? അല്ല, കണ്ണുകൾ. പൊന്തക്കാട്ടിൽ തിളങ്ങുന്ന 2 കണ്ണുകൾ. ഓട്ടന്നെ ചേട്ടായി മുണ്ടും മടക്കി കുത്തി ഒരു ഒറ്റ ചാട്ടാ താഴത്തേക്ക്. കഥയിൽ ഇന്നും കൂടി കൂട്ടടോ. നീ ഉറങ്ങല്ലേ? ആ പെട്ടെന്ന് താഴേന്ന് നീട്ടിയൊരു വിളിയാണ്. എടാ അച്ചുവേ, അച്ചുവേ, അച്ചുവേ. ഈ ആടാണെങ്കിൽ നിർത്താണ്ട് പോരച്ചോണ്ടിരിക്കും. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ചേട്ടായി ധൃതിയിൽ തോക്കെടുക്കാൻ മറന്നുപോയെന്ന്. പിന്നെ ഞാൻ പോയിട്ട് തോക്കെടുത്ത് താഴത്തേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തതും ചേട്ടായി ഇതെടുത്ത് ഉന്നം പിടിച്ചപ്പോഴേക്കും പൊന്തക്കാട്ടി എടുത്തൊരു ചാട്ട. എന്തുട്ടാ? പുലി. നല്ല 1-ാം തരം പുലി. എന്റെ പ്രാർത്ഥന ഫലിച്ചു. ഇനിയും കൂടി കൂട്ട്. നീ എണിറ്റില്ലെന്ന് വിളിക്കണീപ്പിക്ക്. ആ അപ്പൊ നമ്മുടെ ചേട്ടായി ഒരു മരത്തിന്റെ മറയിലേക്ക് അങ്ങോട്ട് മാറിയെന്ന്. എന്തിനും വേണമല്ലോ ഒരു മറയൊക്കെ. അപ്പൊ പുലിയോ? ചേട്ടനോ പുലി പൊന്തക്കാട്ടിന് ചാടി ഇറങ്ങി നിൽക്കുക. ഞാൻ നോക്കുമ്പോ അവിടെ പുലി, ഇവിടെ പീലി, ഇവിടെ പീലി, അവിടെ പുലി. നടുക്ക് നമ്മുടെ കോയക്കട ആടും. ചേട്ടായി തോക്കെടുത്ത് ഉന്നം പിടിച്ചു. അപ്പൊ പുലിയോ? പുലി ചാടി നിൽക്കല്ലേ? ആ അതെ. ചേട്ടായി കാഞ്ചി വലിയ റെഡിയായി നിന്ന്. അപ്പൊ പുലിയോ? കഥയിൽ ചോദ്യമില്ല, ബാക്കി ഞാൻ പറയാം. ഒന്നിട്ട് മാറി. പിന്നെ ഞങ്ങൾ നോക്കുമ്പം എടോ അപ്പൊ പുലിയോ? പുലി അയ്യന്റെ അമ്മയെന്ന് പറഞ്ഞ് ഓടി രക്ഷപ്പെട്ട്. പക്ഷെ വെടി കൊണ്ടിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഈ ഭാഗത്തേക്ക്. അതെ ഇവിടെ. സത്യം. വെടികൊണ്ട പുലിയാ. ചത്തിട്ടില്ലേ അവൻ തിരിച്ചു വരും. എന്തായാലും ഇനി നിങ്ങളൊന്ന് സൂക്ഷിക്കണം. അത് തന്നെയാണ്ടോ ഞങ്ങൾക്കും വേണ്ട അല്ലേ? എവര് മാത്രമല്ല, ഇനി അങ്ങോട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. രാത്രിയുള്ള യാത്ര വേണ്ട. ആ രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങി നടക്കുന്നവരെ പുലിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പൊ നീ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. തേൻമിഠായി ഒറ്റയ്ക്കാന്നാ തോന്നുന്നത്. എന്താ പട്ടിയില്ലേ? എന്താന്ന്? അല്ല അച്ഛനില്ലേ? എന്നാത്തിനാ? ഉണ്ട വാങ്ങാൻ. ഉണ്ടയോ? യെസ് ഉണ്ട. വെടിയുണ്ട. അപ്പൊ കുട്ടിയൊന്നും അറിഞ്ഞില്ല. കഷ്ടം. ഘോര സംഘടനമായിരുന്നില്ലേ? ആരുമായിട്ടായിരുന്നു ഘോര സംഘടനം? മറ്റാര്? പുലിയും പിന്നെയും ഞാനും. ഞാൻ കേട്ടത് അങ്ങനെ അല്ലല്ലോ. പുലിയും പിന്നെ പീലിയും എന്നാണല്ലോ. അല്ല പുള്ളി ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അങ്ങനെ മാറിയിക്കാൻ പറ്റൂല. ഈ ധീരനായി പോയതിന്റെ ഓരോ പ്രശ്നങ്ങളെ. പിന്നെ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഈ പുലിയായിട്ടൊക്കെ നമ്മൾ സംഘടനത്തിൽ ഏർപ്പെടുമ്പോ ഈ ഷോൾഡർ വേദനെടുക്കോ? പിന്നെ വേദനിക്കും ഏർപ്പെട്ടവർക്ക്. അതെ ഒരു മിനിറ്റ്. അത് കുട്ടി പറയണോണ്ടൊന്നും തോന്നരുത്. ഇന്നലെ ആ തേൻമിഠായി കഴിച്ചപ്പോ മുതല് എന്താന്നറിയില്ല ഉള്ളിന്നൊരു വീങ്ങല്. നന്നായിട്ടൊന്ന് വയറിളക്കാൻ മാറിക്കോളും. അയ്യേ മോളെ ഇതൊന്ന് തുറക്ക്. ആഹാ എന്താടോ? അത് ഉണ്ട വാങ്ങാൻ ഇവിടെ വന്ന് വാങ്ങാൻ പറഞ്ഞായിരുന്നു. അയ്യോ ഞാൻ അതങ്ങ് മറന്നുപോയി. മോളെ ആ ഷെൽഫിൽ നിന്ന് പെലറ്റ്സ് എടുത്ത് കൊടുക്ക്. ആ എന്ത് തള്ളാടോ തള്ളിയത്. നാട്ടുകാർ മുഴുവൻ വിശ്വസിച്ചില്ലേ? അപ്പൊ ഞാനോ? ക്ലൈമാക്സ് ഞാനല്ലേ ഉണ്ടാക്കിയേ. ക്ലൈമാക്സ് ഇല്ലേ മൊത്തം പോയില്ലേ? ആരാത്? ഞാനല്ല. ആരാണത്? ബാമ്പ് പാമ്പ്. ഭാര്യയും ഭർത്താവുണ്ടല്ലോ. ഏതാട്ടാ അത് ഒടിഞ്ഞ നേരെ പാമ്പിന്റെ വായിലേക്കാം. ഞാൻ ആട്ടല്ല, പേടിച്ചിട്ട് കൈ വിറക്കില്ല. അയ്യോ ഇങ്ങോട്ട് വരില്ല. പാമ്പ് പാമ്പ്. സ്നേക്ക് സ്നേക്ക്. ചാടി അപ്പുറത്ത് മരത്തിൽ കയറിക്കോ. എന്നിട്ട് ഇങ്ങനെ കാല് നോക്കി നിന്നാ മതി. അല്ലെങ്കിൽ കുട്ടി ഓടി രക്ഷോട്ടു.
വിറകൊക്കെ പിന്നെ പൊറക്കാ പോയിക്കോ. എന്തൊക്കെയാ കാണിക്കുക? കുട്ടി വേണ്ട. കൊത്തു കൊത്തു. പെട്ടെന്ന് വടി കിട്ടിയില്ല, അതുകൊണ്ടാ. എണ ചേരാൻ വന്നതാ. അയ്യേ, അതൊന്നല്ല, ഞങ്ങൾ ഇവിടുത്തെ നടക്കാൻ വേണ്ടിട്ട് അല്ലേ. പാമ്പിന്റെ കാര്യം അവിടെ കഴിയണം. നമ്മളതിന്റെ റൊമാൻറ്റിക് മൂഡ് നശിപ്പിച്ചില്ലേ അല്ലേ? ശരിക്കും ഞങ്ങൾക്ക് ഈ പാമ്പിനെ മാത്രമേ പേടിയുള്ളൂ. സിംഹം പുലിക്കാണെങ്കിൽ നോക്കണ്ട. പിന്നെ ഞങ്ങൾ പിടിച്ച കിട്ടില്ല, ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. ഓവറാക്കരുത്. പുലിന്റെ എന്താ ഉദ്ദേശിച്ച് വായിക്കത് മനസ്സിലായില്ല, പാവം. വാൽ. അതെ അതെ, ഒരു മിനിറ്റ്. അത് ഇവിടെ നടന്ന കാര്യങ്ങളായിട്ടും പറയണ്ട കേട്ടോ. താങ്ക്സ്. ഫോറസ്റ്റ് കേള് കുഴപ്പമില്ലല്ലോ ബൈ. ഒരു വിറകായുധം കയ്യിലല്ല, ഇനി ധൈര്യമായിട്ട് നടക്കും. പാമ്പിനെ കണ്ട് പേടിച്ചു വന്നേക്കണ് ഒരു വേട്ടക്കാരൻ ശിഷ്യനും. ഇത് കേട്ടാ, ഉണ്ടകൾ പൈലറ്റ്സ് അല്ലടാ, പെല്ലറ്റ്സ്. അതെന്തായാലും ഉണ്ടയാണ്. ഈ ഉണ്ടബന്ധത്തിലൂടെ ഞാൻ ആ തേൻമിഠായി സ്വന്തമാക്കും. നെഞ്ചത്തുണ്ട കൊള്ളാതെ നോക്കിക്കോ. മതി വൃത്ത്. നമ്മൾ ഇന്ന് തന്നെ പൊക്കുന്നു. ആരെ? അനിതേച്ചിനെയോ? വിഗ്രഹം, തേവരുടെ വിഗ്രഹം. എമ്മാതിരി ആവശ്യമില്ലാത്ത ബന്ധവും നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ലടാ. കറക്റ്റ്. ഇന്ന് രാത്രി സാധനം അടിച്ചു മാറ്റി നേരം വെളുക്കുന്നതിന് മുമ്പ് നമ്മൾ കാടിറങ്ങിയിരിക്കും. അത് ചേട്ടായി, രേവതി. അത് തന്നെ പറഞ്ഞത്. ചില ബന്ധങ്ങൾ നമ്മളിവിടെ പിടിച്ചു നിർത്തും. നമ്മളെന്തായാലും പോകേണ്ടത്. അത് എത്രയും പെട്ടെന്നാവുന്നു അത്രയും നല്ലത്. ബായി പറഞ്ഞാൽ ശരി. സെന്റിമെന്റ്സ് അകത്ത് കയറി കഴിഞ്ഞാൽ മൊത്തം അലമ്പാവും. ഇവന്റെ ഒരു രേവതി. നോക്കി നിൽക്കാ, തോക്കെടുക്കളാ. ബായി തോക്കെടുത്തോ, ഞാൻ ഉണ്ടെടുക്കാം. ഉണ്ട് എന്തിനാ എറിയാനാ? രണ്ട് പാമ്പുകളെ കണ്ടപ്പോ പേടിച്ച് മരത്തിൽ തൂങ്ങിയ ആളുകളാണ്. ആ അമ്പലത്തിന്റെ ഉള്ളിലേ ഒടുക്കത്തെ വിഷമുള്ള പാമ്പുകളാണ്, സർപ്പങ്ങള്. എന്നാ പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് പോവല്ലേ? എന്താ നിന്റെ അഭിപ്രായം? വളരെ നല്ല അഭിപ്രായം. എന്താ അഭിപ്രായം? ഇന്റെ ബായി ഇത് സിമ്പിൾ ആണ്. ഇന്ന് അനിതയും ശനി ഞാൻ കണ്ടുപിടിച്ചതല്ലേ. ഒരു കോലെടുക്കിന് പാമ്പിന്റെ മിഡിലായിട്ട് തോണ്ടിന് കട്ടിലേക്ക് വലിച്ചെറിയന്. പാമ്പുകളുടെ എണ്ണം കൂടുതലുണ്ട്, ഇതൊന്ന് റിപ്പീറ്റ് ചെയ്യണം. ഇതൊരു വിഷയമല്ല. പിന്നെ ബായി, ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം, ഇവിടുത്തെ പാമ്പുകൾ ഭയങ്കര ഫ്രണ്ട്ലിയാ. എന്നാ 2 അടിച്ചിട്ട് പോവല്ലേ? പിന്നെ അല്ലാണ്ട്. എന്നാ ഒന്നുകൂടെ എടുക്കടത്തോ. ആ പൊട്ട അവിടെ ഇരുന്നോട്ടെ, അതൊരഴകാ. നിന്നൊന്ന് കാണണമെന്ന് തോന്നി വന്നു. കണ്ടില്ലേ? ഇനി പൊക്കോ, ആരെങ്കിലും കാണും. താൻ കിടന്നോ, ഞാനിവിടെ തന്നെ ഇങ്ങനെ നോക്കിയിരുന്നോളാം. അയ്യടാ, ഞാൻ ജെല്ലടയ്ക്കാൻ പോവാ. അയ്യോ, അടയ്ക്കല്ലേ പ്ലീസ്. അതെ, നാളെ ടൗണിൽ വെച്ച് എനിക്കൊന്ന് കാണണം. ഒരു കാര്യം പറയാനാ. നീ ഇപ്പൊ പോ പ്ലീസ്. ഞാൻ പോവാ, പക്ഷെ നാളെ കാണാൻ സമ്മതിക്കും. കാണാം. ഉറപ്പല്ലേ? പറ്റിക്കരുത്. ഇല്ല, ഉറപ്പായിട്ടും കാണാം. അപ്പൊ ശരി, നാളെ കാണാം. ഹലോ, സ്വീറ്റ് ഡ്രീംസ്. എന്നാ പിന്നെ ചെല്ലല്ലേ? ഓക്കെ. പൊടിക്കും കൂടി തുമ്പണ്ടായിരുന്നെങ്കിൽ നിവിമ്പോളുടെ ഓരോ തന്നെ. എന്നാലും കുഴപ്പമൊന്നുമില്ലട്ടാ. മലരെ നിന്നെ കാണാതിരുന്ന മിഴിവേകിയ നിറമെല്ലാം മായുന്ന പോലെ. അല്ല ബൈ, ആടൊന്നും കൊടുത്തില്ല, ഭയങ്കര കരച്ചിലാണല്ലോ. ആടല്ല, അതോ ഇവനാ കാട്ടുവാസം കൊണ്ടായിരിക്കും. ഇവന് ആട്ടിനൊന്നും ഇപ്പൊ മനസ്സിലാവില്ല. മണവാളൻ രാവിലെ തന്നെ അണിഞ്ഞൊരുങ്ങി എങ്ങോട്ടാ? അണിഞ്ഞൊരുങ്ങിയോ? കണ്ടാ പറയില്ലട്ടോ. ചെറിയൊരു മീറ്റിംഗ്, ഡീറ്റെയിൽസ് ഒക്കെ വന്നിട്ട് പറയാ. ഇപ്പൊ കുറച്ച് ധൃതിയുണ്ട്, സോറിയേ. ഡീറ്റെയിൽസ് പറയണ്ടാവണേ. നല്ലൊരു കാര്യത്തിന് ഇറങ്ങുമ്പോ വെറുതെ ഞാൻ പോണ്. അയ്യോ, ആവശ്യം വരും, അതാ. അപ്പൊ ഓക്കെ. പാവം, ഇവന്റെ ബലഹീനത മനസ്സിലാക്കില്ലല്ലോ. നീ അവനെ ശരിക്കും നോക്കി, അവന്റെ പോക്ക് കണ്ടറിയില്ലേ?
പ്രേമത്തിന് വേണ്ടി ദാഹിച്ചുകൊണ്ടുള്ള പോക്കാന്ന്. ഈ ദാഹത്തിന് ഇവൻ കുറേ വെള്ളം കുടിക്കും, ബാക്കിയുള്ള എമ്പളും കൂടി കുടിപ്പിക്കുന്ന എനിക്ക് തോന്നുന്നു. കുറെ നാളായിട്ടുള്ള ആഗ്രഹമാണ് നിന്നെ ഇങ്ങനെ ഒന്ന് കാണാനും മനസ്സോർന്ന് സംസാരിക്കാനും ഒക്കെ. അതെങ്ങനാ? എപ്പോഴും കൂടി ഉണ്ടാവുമല്ലോ പാലുപോലെ രണ്ടെണ്ണം. അവർക്ക് ഞാനെന്ന് പറഞ്ഞ ജീവനാണ്. ഞാനൊരു ആവശ്യം പറഞ്ഞാലേ ജീവൻ കളഞ്ഞിട്ടാണെങ്കിലും കൂടെ നിൽക്കും രണ്ടാളും. നീ കഴിക്ക്. നീ വാ തുറന്ന് ആ. സതീശേട്ടാ വേണ്ട സതീശേട്ടാ. അച്ചു സതീശേട്ടാ ഞാൻ പറയുന്നു. ആരാ നിന്നെ തല്ലിയത്? ആരാ എന്താന്ന് ചോദിച്ചിട്ട് ഒന്നും പറയുന്നില്ല. എന്നോടാ ചോദിച്ച ആരാന്ന്? എടാ പറയടാ. നല്ല വീട്ടിലെ പെൺപിള്ളേരുടെ പിന്നാലാണ് ഇതായിരിക്കും ഗതി. ഇത് നിനക്കൊക്കെ ഉള്ളൊരു വാണിങ്ങാ. സതീശിന്റെ വക സാമ്പിള്. ഇനിമാതിരി തോന്നിയ വെച്ചായിട്ടുള്ള പിന്നാലെയാണ് നടന്ന ഒന്ന് കെട്ടി തൂക്കിഞ്ഞ്. അത് ഇത് പന്നിയുടെ മോനാണെങ്കിലും. ഇങ്ങോട്ട് പോടാ. എടാ ഇങ്ങോട്ട് വരാൻ. അടിക്കടാ. കോമഡി ഇല്ലാത്ത സീനിൽ വെറുതെ ചിരിക്കല്ലേ. ചവിട്ടി കലക്കണം അവന്റെ സാമ്പിള്. ഇവൻ അവളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അവൾക്ക് ഇവനെ ഇഷ്ടമാണെങ്കിൽ
ആരെതിർത്താലും ശരി, ഇവൻ അവളുടെ കഴുത്തിൽ മിന്നു കെട്ടുകയും ചെയ്യും, അവൾ ഇവന്റെ കൊച്ചുങ്ങളെ പ്രസവിക്കുകയും ചെയ്യും. ഇത് വാണിംഗ് അല്ല, വാക്കാ. എന്റെ ചങ്കിന് ഞാൻ കൊടുക്കണ വാക്ക് കേട്ടോടാ. രണ്ട് തല്ലു കൊണ്ടാലും സാരമില്ല. അവളുടെ മനസ്സിൽ നിന്ന് ഇനി എന്നെ വായിച്ചളയാൻ ആർക്കും പറ്റൂല. എനിക്കത് മതി. മതി മതി. നമ്മൾ ആരാ എന്താണെന്നൊക്കെ എന്നായാലും ഇവരൊക്കെ അറിയും. അതുവരെ ഉള്ളൂ പ്രേമമൊക്കെ. അത് ശരി. എന്നിട്ടാണോ അവളെ കൊണ്ട് എന്നെ കൊച്ചിനെ പ്രസവിപ്പിക്കുന്നൊക്കെ അവിടെ വെച്ച് വെച്ച് കാച്ചിയത്? അതിനെ അപ്പോഴത്തെ ആവേശത്തിന് അവിടെ വെച്ച് അങ്ങനെ പറഞ്ഞു വെച്ച് പിടിച്ച് നീ അത് കാര്യമാക്കിയ. ചേട്ടായി ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച്, ആ വിഗ്രഹം അടിച്ചു മാറ്റിയാൽ പിന്നെ ഒരു വേണ്ടാത്ത പരിപാടിക്ക് ഞാൻ പോവില്ല. എൻ്റെ രേവതിനെയും കൂട്ടി ആരും അറിയാത്ത ഏതെങ്കിലും നാട്ടിൽ പോയി ഞാൻ സ്വസ്ഥോട് ജീവിക്കും. തൽക്കാലം മോൻ ഇതൊരെണ്ണം അടിച്ച് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ആ വേദനയൊക്കെ ഒന്ന് കുറയട്ടെ. അതന്നെ, എന്നിട്ട് ആലോചിക്കുക കെട്ടണോ പ്രസവിപ്പിക്കണമെന്നൊക്കെ. വെള്ളം ഒഴിച്ചില്ലേ, ചതവിന് നല്ല. ഞാൻ നിൽക്കണോ ചേട്ടാ? വേണ്ട വേണ്ട, ഒന്നും പറയാൻ പറ്റില്ല, പൊയ്ക്കോ. കുറെ കാലത്തിന് ശേഷം ഗൾഫിൽ നിന്ന് വീട്ടിലെത്തിയൊരു ഫീലിംഗ് അല്ലേ? അനിത ചേച്ചിനെ ഇറക്കാൻ വന്നിട്ട് ലാസ്റ്റ് നമ്മളെ പിടിച്ചെടുത്തോ? നിങ്ങൾ രണ്ടാളും കൂടെ ഇറക്കുമെന്ന് പറഞ്ഞ് വെല്ലു വിളിച്ചത്. ചെല്ലടാ, ചെന്നിറക്കടാ. ബൈ, എനിക്കൊരു ഐഡിയ. ബായ് മുണ്ടും മടക്കി കുത്തി നേരെ സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുന്നു, അനിത ചേച്ചിന്റെ കൈ പിടിക്കുന്നു, സ്ലോ മോഷനിൽ തിരിച്ചു നടക്കുന്നു. അതാണല്ലോ ഹീറോയിസം. അതുകൊള്ളാം. തൽക്കാലം ഇപ്പോൾ ഉള്ള ഹീറോയിസവും നായക പരിവേഷവും കൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ്. വെറുതെ ഒരു ഐഡിയ പറഞ്ഞ് എന്നെ കഞ്ഞി പാറ്റിയിട്ടല്ലേ. ഈശ്വരനെ മനസ്സ് ധ്യാനിച്ച് വാ. സാർ താനോ? അല്ല, ഞങ്ങളിവിടെ നിന്നോളാം. ഞങ്ങളൊരു സഹായം ചോദിക്കാൻ വേണ്ടി വന്ന. സോറി, ഒരു സഹായമായിട്ട് ചെയ്യാൻ പറ്റില്ല. മിനിമം ഒരു 3 സഹായം ചോദിച്ചാലേ എനിക്കൊരു ത്രില്ലുള്ളൂ. ഇപ്പൊ സാർ ഒന്ന് ഏറ്റ് രണ്ടര പിന്നെ ചെയ്താൽ മതി. എന്ത് സഹായമാണ് ഞാൻ ചെയ്തു തരേണ്ടത്? അത് ഇരിക്കുന്ന അനിതയെ കേസിൽ നിന്ന് ഒഴിവാക്കി സാറ് വെറുതെ വിടണം പ്ലീസ്. എങ്ങനെയെങ്കിലും. അയ്യോ പറ്റൂലടാ. അതാടാ, ഇത് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് കൈമാറാൻ പറ്റുന്ന കേസാ. അത് മാത്രം നടക്കൂല. പറ്റൂലാഞ്ഞിട്ടാണ്ടാ. ഒന്നും തോന്നരുത്. സാറ് വിചാരിച്ചാൽ നടക്കും. ഒരു പിഞ്ചു കുഞ്ഞും പ്രായമായ സുഖമില്ലാത്തൊരു അമ്മയും അവളെ ആശ്രയിച്ച ജീവിക്കുന്നത്. മൈ ഗോഡ്, സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. എന്തായാലും താൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അങ്ങനെ പറ്റില്ല എന്ന് പറയും. ഇനി ഇമാതിരി പരിപാടിക്ക് പോകൂലെന്ന് അവളെ കണ്ട് എഴുതി ഒപ്പിടിച്ചിട്ട് കൊണ്ടുപോയിക്കോ. ശരി സാർ, ഇനി അങ്ങനെ ഉണ്ടാവില്ല. കേട്ടല്ലോ, പുലിപ്പീലി പറഞ്ഞത് കൊണ്ട് മാത്രം ഇത്തവണത്തെ വെറുതെ വിടാ. ഇനി ഇത് ആവർത്തിച്ചാൽ SI ജിമ്മിക്ക് കമൽ ജിമ്മി മൈക്കിൾ ആരാണെന്ന് നീ അറിയും. എന്താ ഇത് ബിലു? എന്ത് ഇത്? എങ്ങനെ വന്നത്? ഓട്ടോയ്ക്ക് വന്നത്. എന്നിട്ട് ഓട്ടോ വിട്ടോ? വിട്ടു. എന്നാ GP പോയിക്കോ. അപ്പൊ സാറ്? ഞാൻ നടന്നു പോയിക്കോളാം. 8 കിലോമീറ്ററല്ലേ ഉള്ളൂ. പോയിക്കോ കോയക്കോ, പറ്റില്ലെഴുതിക്കോ. ഈ വണ്ടി സ്ഥിരമായിട്ട് ഇവിടെ ഇടാൻ പറഞ്ഞു. അപ്പൊ ശരി സാറേ. ഫോറസ്റ്റുകള് ഫ്ലാറ്റായി പോയി. ഇവിടെ ഞങ്ങളെ വെല്ലുവിളിച്ച ചെലവന്മാരുണ്ടായല്ല. മനസ്സിലായടാ പോലീസിലെ പീലയുടെ ഹോൾഡ്. ഇനി ഇവിടെ ആര് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഞങ്ങള് പുല്ല് പോലെ നോക്കി പേടിപ്പിക്കുന്നത്. വീട്ടിൽ പോ. ഒന്നും കൊടുക്കണോ? വേണ്ട, ചത്തു.
പള്ളിയോണിയാണല്ലോ. വലിയ ബക്കറ്റിലെടുക്ക്. എല്ലാരും വരട്ടെ. സതീശ, വേഗം വാ. എടുത്തോ. ആ വലിയ ബക്കറ്റിൽ വേഗം കൊടുക്കല്ലോ. നോക്കി നിൽക്കാതെ കണ്ടുപിടിക്കും. അതെ, അത് വിടാ, അത് കൊടുത്താ. ഒഴിച്ചോ, ഒഴിച്ചോ. ഒന്നും അറിയില്ല ചോ. ഈ സതീഷിന് ആദ്യം തീ ആളി കത്തുന്ന വിവരം പറഞ്ഞ് അപ്പൊ തന്നെ കപ്പിയാരി വിളിച്ച് മണിയടിക്കാനും പറഞ്ഞു. ഞാൻ കൂപ്പിൽ തടികയറ്റി വിട്ടിരുന്ന വഴിയാ. അപ്പോഴവിടെ തീയാളി കത്തണുണ്ട്. എന്റെ സംശയം ഇതൊരു മോഷണശ്രമമാണെന്നോ. അല്ല, നിനക്കിത് ഇപ്പൊ ആരാന്നാ? അങ്ങനെ ചോദിച്ചാ നാട്ടുകാരല്ലാത്ത ചിലരൊക്കെ ഇവിടെ ഉണ്ടല്ലോ. അകത്ത് തീ ഒരു വിധം അണച്ചു. എന്തായാലും മോഷണ ശ്രമമൊന്നുമല്ല, എവിടെയോ ഷോർട്ട് സർക്യൂട്ട് ആയതാ. പിന്നെ ആ ഷെൽഫിലിരുന്ന കാശ് മുഴുവൻ കത്തിപ്പോയി. ഞാൻ ഈ നാട്ടുകാർത്തൊക്കെ എന്ത് സമാധാനം പറയും? അയ്യോ ഈശ്വര, ഞാനിത് എവിടെ ചെന്നു? പരിഹാരം ഉണ്ടാക്കാൻ സാറേ. ഹലോ, എല്ലാരും കൂടെ ജാഥയായിട്ട് എങ്ങോട്ടാ? ദാണ്ടേ തടയണേലൊരു ശവം. ശവം? മെമ്പറേ, ബോഡി ഇങ്ങനെ കിടന്ന പ്രശ്നമാ. ഇപ്പൊ തന്നെ ചീർത്തൊടിക്കിട്ടുണ്ട്. അതിനിപ്പോ ആരാ എന്നാന്ന് അറിയണമെങ്കിൽ ആദ്യം ബോഡി കരക്ക് എത്തിക്കണ്ടേ? ഞാൻ എന്നാ ചെയ്യാനാച്ചോ? പറഞ്ഞിട്ട് ആരെങ്കിലും കൂട്ടാക്കണ്ടേ? എല്ലാവർക്കും പേടിയാ. സാറ് വിചാരിച്ച ബോഡി എടുക്കാൻ എന്തെങ്കിലും. അതെ, എന്റെ ഈ സ്റ്റേഷനല്ല. ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ഇത് വരെയുള്ളൂ. ഇതിന്റെ അപ്പുറത്ത് അണ്ടിപ്പിൽക്കാവ് സ്റ്റേഷനാ. ഞാനിത് ചെയ്യാനാണ്. അച്ചോ, ഞാൻ ഇറങ്ങാം. ഒന്നുമില്ലേലും ഒരു മനുഷ്യനല്ലേ കിടക്കുന്നത്. അതെ, വെള്ളത്തിൽ കിടന്ന് കുറച്ച് ചീർത്തെങ്കിലും മനുഷ്യൻ തന്നെയാണ് അല്ലേ? അറിയില്ലേ? പുലിപ്പീലി പുലിപ്പീലി മിടുക്കനാ മിടുക്കൻ. എന്നാ വേഗം ഒറ്റയ്ക്ക് ഇറങ്ങണ്ട, ഞാനിവിടെ വരാം. അത് നന്നായി, അത് വളരെ നന്നായി. അവിടത്തോളം വരെ എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞ് പോവല്ല. തെന്നലേ തെന്നലേ തെന്നലേ. നല്ല സൈഡിൽ സൈഡിൽ സൈഡിൽ. നല്ല ഒഴുക്കുണ്ട്. അയ്യോ, നല്ല എന്നാലും നിങ്ങൾ പോലീസായിട്ട് കുഴപ്പമില്ല. ജംബുവാ. പുലി പിടിച്ചതാ. പുലി പിടിച്ചതാ. നിങ്ങൾ കയറ് വലിച്ചു പിടിക്കേ. ബോഡിയിൽ കിട്ടാം. വലിച്ചോ. ടൈറ്റ് ആക്കിക്കോ. ഓക്കെയാലോ? നീങ്ങനെ ഭായിയുടെ മൊത്തം വൃത്തം വിട്ട് പോകാൻ ലക്ഷണം. മെമ്പറേ, ഇന്നലത്തെ ബാങ്കിന്റെ തീപിടുത്തവും ഇപ്പൊ ജംബുവിന്റെ മരണവും രണ്ടും കൂടി ആവുമ്പോ മനസ്സിൽ വല്ലാത്തൊരു പേടി. അയ്യോ, എന്റെ പൊന്നു വാസു, ഇങ്ങനെ പേടിച്ചാലെങ്ങനെ? പുലി ഏതായാലും നടന്നു വന്നു ബാങ്കിന് തീ വെക്കാനൊന്നും പോകുന്നില്ലല്ലോ അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞില്ല രണ്ടെണ്ണം ഉണ്ടെന്ന്. അതാണ് എല്ലാ സ്ഥലത്തും പുലിനെ കാണുന്നത്. ഇനിയിപ്പോ എന്താ ഒരു വഴി വെച്ചോ? ഇനി ഒന്നും ആലോചിക്കാനില്ല. എന്റെ പൊന്നു പീലി, എങ്ങനെയെങ്കിലും ഈ പുലിയെ കൊടുന്നു പിടിക്കും. അച്ഛൻ ഇനി ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. എന്റെ അച്ഛൻ ഒരു പ്രാവശ്യം ചക്കയിട്ടപ്പോ ഒരു മൊയിലെത്തു നീർച്ച എപ്പോഴും സംഭവിക്കണമെന്നൊന്നുമില്ല. അച്ഛൻ വേറെ ആമ്പിള്ളേരെ കിട്ടും നോക്ക്, അല്ലെങ്കിൽ കുരുതി മലക്കാവിൽ ഇനിയും കുരുതി അടക്കും. പുലിയെ പിടിക്കാനാണ് ഞങ്ങൾ ഇവിടെ വന്നെങ്കിൽ ഇതിനെ ഞങ്ങൾ പിടിച്ചിരിക്കും. ഈ കുരുതിമലക്കാവിൽ ഇനി പുലി കാരണം ഒരാളുടെ ജീവനും പോയില്ല. ഇത് ഫിലിപ്പോസിന്റെ വാക്കാ. നമ്മൾ അങ്ങോട്ടല്ലേ പോണ്ട്? തിരിഞ്ഞു കഴിഞ്ഞ പഞ്ച് പൂട്ടാ നേരെ നടക്കും.